നമസ്കാരം. പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. നഞ്ച് എന്നറിയപ്പെടുന്ന നീർവാളത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. യൂഫോർബിയേസി കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് നീർവാളം. ഉദ്യാനങ്ങളിലെ അലങ്കാര ചെടിയായ ക്രോട്ടൺസ് ജനുസിൽപ്പെട്ടതാണിവ. പക്ഷേ മറ്റു ക്രോട്ടൺസിനെ പോലെ ഇവയുടെ ഇലകൾക്ക് വർണ്ണങ്ങളില്ല, വന്യമായി വളരുന്നതാണ്, കായ്കൾ ഉണ്ടാകുന്നതാണ് എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ ഇവയ്ക്കുണ്ട്. ഈ സസ്യത്തിന് വളരെയേറെ പ്രാധാന്യം പണ്ട് കൽപ്പിച്ചിരുന്നു. നഞ്ചന്തിന് നാനാഴി എന്ന ചൊല്ല് വളരെ പ്രസിദ്ധമാണല്ലോ. നഞ്ച് അല്ലെങ്കിൽ നഞ്ഞ് എന്നാൽ വിഷം എന്നാണ് അർത്ഥം. നഞ്ഞ് എന്ന പേരിൽ തന്നെയാണ് ചിലയിടങ്ങളിൽ നീർവാളം അറിയപ്പെടുന്നത്. പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ക്രോട്ടൺ ടിഗ്ലിയം എന്നുള്ളതാണ്. ഗ്രീക്ക് ഭാഷയിൽ ഉണ്ണി എന്നറിയപ്പെടുന്ന ടിക് എന്ന വാക്കിൽ നിന്നാണ് ജനുസ് നാമം ഉണ്ടായത്. വിത്തിന് ടിക്ക് ഇനത്തിൽപ്പെട്ട ജീവിയുമായി രൂപത സാദൃശ്യമുള്ളതാണ് കൊണ്ടാണ് ഈ പേര് നൽകിയത്. മലയാളത്തിൽ ഇതിനെ നീർവാളം, നഞ്ഞ്, നഞ്ച്, ചെറിയ ദന്തി, ചെറുദന്തി എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ക്രോട്ടൺ ട്രീ, പ്രഗ്യിങ് ക്രോട്ടൺ, ക്രോട്ടൺ ഓയിൽ പ്ലാന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. സംസ്കൃതത്തിൽ ഇതിനെ ജേപ്പാള, ദന്തിബീജ, അണുരേവതി, ഉന്തുംബര പർണി, ജയപാല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഹിന്ദിയിൽ ഇതിനെ ജമൽഗോട്ട എന്നാണ് അറിയപ്പെടുക. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഇത് ചൈനയിൽ നിന്ന് ഇന്ത്യയിൽ വിരുന്നെത്തിയ സസ്യമാണ്. ഭാരതത്തിൽ മിക്കവാറും എല്ലായിടത്തും തന്നെ ഇത് വളരാറുണ്ട്. മഴ കൂടുതൽ ലഭിക്കുന്ന സംസ്ഥാനങ്ങളായ കേരളം, അസം, ബംഗാൾ എന്നിവിടങ്ങളിൽ കാട്ടുചെടിയായി ഇത് വളരാറുണ്ട്. ഔഷധ ആവശ്യങ്ങൾക്ക് വേണ്ടി നട്ടു വളർത്താറുണ്ട്. ഇതിൻ്റെ രൂപവിവരണം നോക്കാം. ഏതാണ്ട് 7 മീറ്റർ വരെ പരമാവധി ഉയരത്തിൽ വളരുന്ന ഒരു ചെറിയ നിത്യഹരിത വൃക്ഷം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. 5 മുതൽ 10 സെൻറ്റിമീറ്റർ വരെ നീളവും 3 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ വീതിയുമുള്ള ഇലകൾ ഏകാന്തര ക്രമത്തിലാണ് വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്. ഇലകളുടെ അരികുകൾ പല്ലുകൾ പോലെയാണ്. നീളമുള്ള ഇലത്തണ്ടുകളിലായി ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇലഞ്ഞെട്ടിന് ഏതാണ്ട് 5 തുടങ്ങി 7 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. നവംബർ തുടങ്ങി ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് ഇത് പൂക്കാറുള്ളത്. ശാഖാഗ്രങ്ങളിലും ഇലയിടുക്കുകളിലുമാണ് പൂക്കൾ ഉണ്ടാകാറുള്ളത്. 12 സെൻറ്റിമീറ്ററോളം നീളമുള്ള നീണ്ട പൂങ്കുല ദണ്ടിലാണ് പൂക്കൾ കാണപ്പെടുന്നത്. 5 മില്ലിമീറ്റർ മാത്രം വ്യാസമുള്ള ചെറിയ പൂക്കൾ പച്ച കലർന്ന മഞ്ഞ നിറമാണ്. തവിട്ട് നിറത്തിനോട് സാദൃശ്യം ഉണ്ടാകും. ആൺപൂക്കളും പെൺപൂക്കളും ഒരേ ചെടിയിൽ തന്നെയോ വെവ്വേറെയായോ കാണപ്പെടുന്നു. ദളങ്ങളും വിദളങ്ങളും 5 വീതമുണ്ടാകും. കേസരങ്ങൾ 15 ഉണ്ടാകും. അണ്ഡാകാരത്തിലുള്ള ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള കായ്കൾക്ക് 3 പാളികളുണ്ടാകും. ഓരോ പാളിയിലും ഓരോ വിത്തും കാണും. 2 സെൻറ്റിമീറ്റർ വരെ പരമാവധി വ്യാസമുള്ള വിത്തുകൾക്ക് മങ്ങിയ വെളുപ്പ് നിറമാണ്. ഇനങ്ങളെ നോക്കാം. നഞ്ഞ് കൂടാതെ ക്രോട്ടൺ ജനുസിൽപ്പെട്ട ഏതാണ്ട് 9 സസ്യങ്ങൾ കൂടി കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. പൊതു ഉപയോഗങ്ങളെ നോക്കാം. നഞ്ച് ജലാശയങ്ങളിൽ കലക്കി മത്സ്യബന്ധനത്തിന് പണ്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കാറുണ്ട്. നഞ്ചിനോടൊപ്പം ചിലർ തുരിശും ചേർക്കാറുണ്ട്. ഇത്തരത്തിൽ ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. ആയുർവേദത്തിൽ ഈ സസ്യം സപ്തോപവിഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഭക്ഷ്യവിഷബാധ, മലബന്ധം, ചർമ്മരോഗങ്ങൾ, ഇന്ദ്രലുപ്തം എന്ന് വെച്ചാൽ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോണേനെയാണ്. ഈ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. നഞ്ചിൻ്റെ വിത്ത്, ഇല, വേര് എന്നിവ ഔഷധയോഗ്യങ്ങളാണ്. വേരിൻ്റെ പുറന്തൊലി ഫാറ്റി ലിവർ, ക്രോണിക് ഹൈപ്പറ്റൈറ്റിസ് എന്നിവയ്ക്ക് അകത്തും, ഉളുക്ക്, ചതവ്, റുമാറ്റിക് വീക്കം എന്നിവയ്ക്ക് ബാഹ്യമായും ഉപയോഗിക്കാറുണ്ട്. വിത്തിൽ നിന്നെടുക്കുന്ന ക്രോട്ടൺ ഓയിൽ ശക്തിയേറിയ വിരേചന ഔഷധമാണ്. നീർവാള തൈലം എന്നാണ് അതിനെ വിളിക്കുക. ഇത് അകത്ത് ഉപയോഗിക്കുമ്പോൾ ശരീരപ്രകൃതി, രോഗഭേദം, പ്രായം മുതലായവ ആസ്പദമാക്കി പഞ്ചസാര, തേൻ, സർവത്ത് എന്നിവയിൽ ചേർത്താണ് ഉപയോഗിക്കേണ്ടത്. പ്രായണ 1 തുള്ളി മതിയാകും. അതിൽ കൂടുതലായാൽ പ്രശ്നങ്ങളാവും. മൈഥുന അവസരത്തിൽ ലേപനം ചെയ്താൽ
നല്ല ബലമുണ്ടാവുമെന്ന് വിവരിക്കുന്ന പരസ്യം ചെയ്യുന്ന മിക്ക തൈലങ്ങളിലും ഈ നീർവാള തൈലം ഒരു പ്രധാന ചേരുവയായിരിക്കും. ശുദ്ധിയും ശ്രദ്ധയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. വിത്തും വേരും എല്ലാം വിഷമുള്ളതാണ്. അതുകൊണ്ട് ശുദ്ധി ചെയ്താണ് ഇത് ഉപയോഗിക്കേണ്ടത്. വിത്തുകൾ ശുദ്ധി ചെയ്യാനായിട്ട് തോട് കളഞ്ഞ് ഗോമൂത്രത്തിലിട്ട് വേവിച്ച് ഊറ്റി ഉണക്കിയെടുക്കുകയാണ് പതിവ്. ഇങ്ങനെ ചാണകനീരിൽ പുഴുങ്ങി ശുദ്ധമാക്കി എടുത്താലും പിന്നീടും 2-3 പ്രാവശ്യം പശുവിൻ പാലിൽ പുഴുങ്ങി കഴുകിയെടുക്കുന്നത് പാർശ്വഫലങ്ങളെ ഒഴിവാക്കാനായിട്ട് അത്രയും ശുദ്ധീകരിക്കാനായിട്ട് നല്ലതാണ്. ബാലൻ, വൃദ്ധൻ, അശക്തൻ, ഗർഭിണി, ക്ഷയരോഗി ഇവരിൽ ആരും നീർവാളം പ്രായണ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഇതിൻ്റെ പാർശ്വഫലങ്ങളെ നോക്കാം. നഞ്ചരച്ചതുമായുള്ള സാമീപ്യം മനുഷ്യ ശരീരത്തിൽ നമ്മുടെ പുറമേയൊക്കെ പരട്ടിക്കഴിഞ്ഞാൽ, ഈ ശുദ്ധി ചെയ്യാതെ പരട്ടിക്കഴിഞ്ഞാൽ പൊള്ളലോ പുകച്ചിലോ ഒക്കെ ഉണ്ടാക്കും. ഒരുപക്ഷെ ഇത് മരണകാരണം വരെ ആയി എന്ന് വരാം. നഞ്ചിൻ്റെ ഈ എരിവിനെ നിർവീര്യമാക്കുന്നതിന് ഏറ്റവും ഉത്തമം എരുമച്ചാണകമാണ്. കലയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. 1682 പുറത്തിറങ്ങിയ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ലാറ്റിൻ ഗ്രന്ഥത്തിൻ്റെ 2ാം വാല്യത്തിൽ കടലവണക്ക് എന്ന പേരിലാണ് ഈ സസ്യത്തെക്കുറിച്ച് വിവരണമുള്ളത്. യഥാർത്ഥത്തിൽ കടലവണക്ക് എന്ന നാട്ടിൽ ഇപ്പോഴറിയപ്പെടുന്ന വേറൊരു സസ്യമാണ്. നഞ്ചിനകത്തിരുന്നാലും നാഗമണി തന്നെ എന്നൊരു പഴമൊഴിയുണ്ട്. നഞ്ചുമരമായാലും നട്ടവൻ വെട്ടുമോ എന്നൊരു പഴമൊഴിയുണ്ട്. നഞ്ചും നായാട്ടും നന്നല്ല എന്നൊരു ചൊല്ലുണ്ട്. നഞ്ചേറ്റ മീനിനെ പോലെ എന്നൊരു ചൊല്ലുണ്ട്. ഈ ചൊല്ലുകളൊക്കെ ഈ സസ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങൾ വിഷമുള്ളതുകൊണ്ട് വളരെ അപകടകരമാണ്. വളരെ സൂക്ഷിച്ച് വിദഗ്ധരായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.